മുകേഷാണ്. മുകേഷുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി എത്തുന്നു. ആ വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. മുകേഷുമായി ബന്ധപ്പെട്ട വാർത്ത നൽകാൻ നമുക്കൊപ്പം അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. അല്ലമീൻ, എന്താണ് ആ മുകേഷുമായി ബന്ധപ്പെട്ട ഒരു ബ്രേക്കിംഗ് ഉള്ളതായി അറിയുന്നു? എന്താണ്? കുമാർ, ലൈംഗികാതിക്രമ പരാതിയിൽ പീഡന കേസിൽ ഇപ്പോൾ മുകേഷിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. MLA പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു MLA ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം വരുന്ന ആരോപണങ്ങൾ, ലൈംഗികാതിക്രമ പരാതികൾ, പീഡന കേസുകൾ, പരാതികൾ, ഇതിൽ ഒരു MLA ഇപ്പോൾ ചോദ്യമുറയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. അല്പം മുമ്പാണ് കൊച്ചി തീരദേശത്തുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ IG ഓഫീസിലേക്ക് മുകേഷ് MLA എത്തിയത്. നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ ഇക്കാര്യത്തിൽ നിന്ന് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനമാണ്. വേണമെങ്കിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടാം. മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ ബോണ്ടിന്മേൽ ജാമ്യത്തിൽ വിടാനാകും. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളത് പ്രധാനമാണ്. മുകേഷിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അതിന് മറുപടിയുമായി മുകേഷും രംഗത്തേക്ക് വന്നിരുന്നു. പരാതിക്കാരിക്കെതിരെ തന്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ മുകേഷ് നേരത്തെ പറഞ്ഞിരുന്നു. ആ തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറുമോ, അത് ബോധ്യപ്പെടുമോ, അറസ്റ്റ് ചെയ്യാതെ ചോദ്യം ചെയ്ത് മാത്രം വിട്ടയക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. മുകേഷിനെതിരെ പരാതിക്കാരി നൽകിയ പരാതിയുടെ വിശ്വസനീയത, മുകേഷ് പകരം ഈ പരാതിക്കാരി തനിക്കയച്ച മെസ്സേജുകൾ, ചാറ്റുകൾ, ഇതെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാഹചര്യ തെളിവുകൾ മുകേഷിന് അനുകൂലമാണ് ആ ഘട്ടത്തിൽ. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല.